പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മുടെ ഇഷ്ടമുള്ള വിഭവമായ പുട്ടിൻ്റെ സന്തത സഹചാരിയായ കടലക്കറിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. തനി നാടൻ കടലക്കറി. 1.5 കപ്പ് കടല ഓവർനൈറ്റ് ഞാനത് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. 3 ചെറിയ സവാള മതിയാവും. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കംപ്ലീറ്റ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ഒടുവിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് തന്നേക്കാം. അപ്പോൾ കടലക്കറി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോക്ക് ചെയ്തതാണെങ്കിലും നമ്മളിത് പ്രഷർ കുക്കറിനകത്ത് വെക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി, പിന്നെ നല്ല പച്ചക്കറിവേപ്പില ഒന്ന് അരിഞ്ഞിടാം നമുക്ക്. കാര്യം അതിൻ്റെ ഫ്ലേവറെല്ലാം കടലയിൽ പിടിക്കാനായിട്ടാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾ, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. വെള്ളം ഒഴിക്കുക. ഏകദേശം 2.5 കപ്പോളം ഉണ്ട്. കടല വേകാനായിട്ട് ഒരു 4 വിസിലെങ്കിലും വേണം. ആദ്യത്തെ വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തീ കുറച്ച് വയ്ക്കണം. ബാക്കി 3 വിസിലും ചെറിയ തീയിൽ വേണം വരാൻ. അപ്പോഴത്തേന് കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വിസിലും കൂടെ വെച്ചാൽ മതി. വിസിൽ വരട്ടെ. സവാള അരിയണം. അരിയുമ്പം അത് കട്ടി കുറച്ച് അരിഞ്ഞെങ്കിലേ കറിക്ക് കൊഴുപ്പ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഉള്ളി വേറെയായിട്ട് കിടക്കും. കട്ടി കുറച്ച് അരിയുക. അങ്ങനെ അരിയാൻ അറിയത്തില്ലെങ്കിൽ മെല്ലെ മെല്ലെ പഠിച്ചോളും. പ്രാക്ടീസ് ചെയ്താൽ മതി. പല പ്രാവശ്യം ആകുമ്പോൾ അത് ശരിയായിക്കോളും. അല്ലെങ്കിൽ ഉള്ളി വേറെ വേറെ കിടന്നു കഴിഞ്ഞാൽ കറിക്ക് കൊഴുപ്പുണ്ടാവത്തില്ല. കടല വേകുമ്പോഴത്തേനും നമുക്ക് കട്ടിയുള്ള ചുവടുള്ള ഒരു ചീനച്ചട്ടിയോ പാത്രമോ വയ്ക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യത്തെ വിസിൽ വന്നു. അപ്പം ഞാൻ അതിൻ്റെ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യമേ കടുകും കൂടെ വറുത്താണ് ചെയ്യുന്നത്. ഒടുവിൽ കടുക് വറക്കാൻ നിൽക്കേണ്ട. ആദ്യം ഇച്ചിരി പെരുംജീരകം ഇടാം. അതിനോടൊപ്പം തന്നെ കടുക് വറക്കാനുള്ള കടുകും കൂടെ ഞാൻ ഇടുവാണ്. കടുകും പൊട്ടാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില നമുക്ക് പിന്നെ ഒടുവിലിടാം, അല്ലെങ്കിൽ അതങ്ങ് മൂത്ത് പോകും. നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങാക്കൊത്തിടാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. അതെന്തിനാന്ന് വെച്ചാൽ ആ തേങ്ങയെ നല്ലപോലെ ഇച്ചിരി ഉപ്പൂടെ പിടിക്കാനാണ്. ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് വാടിക്കോട്ടെ. കഷ്ടിച്ചൊരു 1-1.5 മിനിറ്റ് മതി. ആ ഫൈനായിട്ട് അരിഞ്ഞ് സവാള നമുക്കിടാം. ഈ ഉള്ളി എത്രയും നന്നായിട്ട് വഴലുന്നോ അത്രയും കുറുകിയിരിക്കും നമ്മുടെ കറി. ഉള്ളി മധുരിക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ എരിയുള്ള പച്ചമുളക്. നമ്മളിതിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടുമ്പോഴും അതിൻ്റെ കൊഴുപ്പ് കൂടും. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരുപാട് പച്ചമുളക് ഇട്ടാൽ പിന്നെ നമുക്ക് മുളക് പൊടി ഇടാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് പച്ചമുളക് ആദ്യമേ ഒരുപാട് ഇടണ്ട. നമുക്ക് മുളക് പൊടി ഇട്ട് അതിൻ്റെ ചാറിൻ്റെ കൊഴുപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴലും. ഇപ്പം 4 വിസിൽ വന്ന് ഞാനതൊന്ന് ഓഫ് ചെയ്തിടാൻ പോവാണ്. അതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോട്ടെ. ഈ സമയത്ത് ആ ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മസാല ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾ, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് കായം. കടുക് വറുത്തപ്പോൾ ഇതിനകത്ത് കറിവേപ്പില ഇട്ടില്ല. അതിന് പകരം ഇപ്പം നമുക്ക് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കീറിനകത്തിടാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ചെറിയ തീയിൽ വെച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ മസാല പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ കറുത്തു പോകും നമ്മുടെ കറി. പിന്നെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട്. ഈ കടല നല്ലപോലെ വെന്തെങ്കിൽ മാത്രമേ കറിക്കകത്തേക്ക് ഇടാവൂ. അല്ലെങ്കിൽ അരപ്പിനകത്ത് കിടന്ന് പിന്നെ കടല വേകാൻ പ്രയാസമാണ്. ചൂടാണേ നന്നായിട്ട് വെന്തതേ കണ്ടോ. അപ്പോൾ ഇത് റെഡിയാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇനി കൊഴുപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മസാല ഇല്ലാത്ത 2-3 കടല എടുത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് ചതച്ചിട്ടാൽ നല്ല കൊഴുപ്പുണ്ടാവും. ചാറൊന്ന് പറ്റിയാൽ കടലക്കറി റെഡിയാണ്. അതിൻ്റെ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇട്ടു. ഇനി നിങ്ങൾക്ക് ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് തിളപ്പിച്ച് ചേർക്കണം. ഈ കറിക്ക് കൊഴുപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ കടല അങ്ങ് തിരിച്ചിടുക കേട്ടോ. പലതരത്തിൽ നമുക്ക് ഈ കടലക്കറി വയ്ക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് വയ്ക്കാം, അതുപോലെ തക്കാളിക്ക ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള തനി നാടൻ നമ്മുടെ പഴയ സ്വാദുള്ള കടലക്കറി. ഇത് ഞാൻ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴത്തേനും പിന്നെ നമ്മുടെ കറി റെഡിയാണ്. കാരണം നമ്മൾ കടുക് ആദ്യമേ വറുത്തിട്ടു. നമ്മുടെ കറി റെഡിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.